വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ഓഹരി കൈമാറ്റത്തിൽ ഇപ്പോൾ CPM നിലപാട് മാറ്റിയതായി നമുക്ക് മനസ്സിലാകുന്നു. ദേശാഭിമാനി മുഖപത്രത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള വന്ന ലേഖനത്തിൽ വന്ന മാറ്റമാണ് ഇങ്ങനെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ ആശങ്കയുണ്ടെന്നാണ് ഇന്നത്തെ പത്രത്തിലെ 1-ാം പേജ് വാർത്ത. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആശങ്ക എന്നാണ് തലക്കെട്ട്. വിദേശ നിക്ഷേപം വന്നത് LDFിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമെന്നായിരുന്നു ഇന്നലെ പ്രസിദ്ധീകരിച്ച വാർത്ത. ഇന്ന് ഉൾട്ടയടിച്ച് നേരെ തിരിച്ചു. നേരത്തെ അതായത് ഇന്നലെ വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ നിക്ഷേപം അതിനെ അനുകൂലിച്ചായിരുന്നു വാർത്ത വന്നതെങ്കിൽ അത് LDFിൻ്റെ നേട്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അതിൽ ആശങ്കയുണ്ടെന്നുള്ള മുഖലേഖനമാണ് കൊടുത്തിരിക്കുന്നത്. ഷിജോ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. പറയൂ ഷിജോ. ഒരു രാത്രി മാറി പകൽ വെളുത്തപ്പോഴത്തേക്കും ദേശാഭിമാനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ദേശാഭിമാനിയിലെ 1-ാം പേജിലെ വാർത്ത എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് വിദേശ നിക്ഷേപം വരുന്നത് LDFിന്റെ നേട്ടമാണ്. അത് LDFിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് 13,000 കോടിയിലധികം രൂപയുടെ വിദേശ നിക്ഷേപം വിഴിഞ്ഞം തുറമുഖത്ത് വന്നത്. ആ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇന്നലെ ദേശാഭിമാനി മുഖപത്രത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ നേരെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് SKN ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഉൾട്ടയടിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇതിനകത്ത് വലിയ ആശങ്കയാണ്. ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനകത്ത് വലിയ ആശങ്ക എന്നാണ് CPIഎമ്മിൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി ഇന്നിപ്പോൾ ലേഖനമായിട്ട് എഴുതിയിരിക്കുന്നത്. ഓഹരി വിൽപ്പന നടക്കുന്നതിലൂടെ അതൊരു കുത്തക ഭീമന അവിടെ കളവൊരുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകും. അവരുടെ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തും. മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതായത് 26% മുകളിൽ ഓഹരി നൽകുന്നത് ഉടമസ്ഥാവകാശമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കൂടി നിലവിൽ എന്തായാലും ദേശാഭിമാനി ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. ഇന്നലെ പറഞ്ഞതിന് നേർ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ദേശാഭിമാനി പറയുന്നത്. അത് മാത്രമല്ല, എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ദേശാഭിമാനി ഈ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇത് സംബന്ധിച്ചുള്ള ആശങ്ക പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തിയിരുന്നു. ആ രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ദേശാഭിമാനി ഇന്നലെ ആ ലേഖനം പിൻവലിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക നിയമസഭയിൽ അറിയിച്ചതിന് തൊട്ട് പിന്നാലെ ഇന്ന് ദേശാഭിമാനി ഇന്നലത്തെ നിലപാട് തിരുത്തി പുതിയൊരു ലേഖനം എഴുതിയിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ഓഹരി വിൽപ്പനയിലൂടെ വലിയ ആശങ്ക ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് CPIഎം മുഖപത്രം ദേശാഭിമാനിയുടെ എഴുതി വെക്കുന്നത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.